ഇറാനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ജോർദാനിലെ ഇറാൻ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് യുഎസിന്റെ നടപടി. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സാന്നിധ്യം തുടച്ചു നീക്കുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനോദ്, അമേരിക്ക ഇപ്പോൾ ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ഇറാൻ ഇപ്പോൾ വെല്ലുവിളി തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. 2 സൈനികർ കൊല്ലപ്പെട്ടു. ജോർദാനിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് ഇങ്ങനെ സൈനികർ കൊല്ലപ്പെട്ടത്. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സൈനികരുടെ വിശദാംശങ്ങൾ ഇതുവരെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. അത് ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നാണ് പെൻറ്റഗൺ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സെൻട്രൽ കമാൻഡ് നേരത്തെ തന്നെ ഈ 2 സൈനികരുടെ മരണം സംബന്ധിച്ച കാര്യം സ്ഥിരീകരിച്ചിരുന്നു. 4 പേർക്ക് പരിക്കേറ്റു. അവർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു എന്ന കാര്യം കൂടി ഇപ്പോൾ സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നുണ്ട്. ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു തിരിച്ചടിക്ക് പിന്നാലെ തന്നെയാണ് അമേരിക്കയുടെ നടപടി. ചർച്ചകൾ പൂർണ്ണമായും അടഞ്ഞു എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സമാധാന ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ ഒരു ആക്രമണം നടന്നതോടുകൂടി ഇറാനിലേക്ക് അമേരിക്കയുടെ വലിയ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പെൻറ്റഗൺ നൽകുന്നത്. നേരത്തെ ട്രംപിൻ്റെ നിലപാടുകൾക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സൈനികർ കൊല്ലപ്പെടുന്നു. 16 സൈനികരാണ് ഫെബ്രുവരി 18-ന് ശേഷം ഇറാനുമായുള്ള ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമായത്, അവരുടെ ജീവൻ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല, അല്ലെങ്കിൽ സമാധാനപരമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന ഒരു കാര്യം വരുന്നു. അതോടൊപ്പം തന്നെ ഈ അമേരിക്കൻ സെനറ്റർമാരുടെ എല്ലാം തന്നെ പിന്തുണ പൂർണ്ണമായും ഇപ്പോൾ ട്രംപിന് അനുകൂലമായി മാറുന്ന ഒരു നിലയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക്, അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം നേരത്തെ തന്നെ ഇറാൻ നടത്തിയിരുന്നു. നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. ഖമേനിയുടെ സംസ്കാരം കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടിലേക്ക് അല്ലെങ്കിൽ ആക്രമണങ്ങളിലേക്ക് ഇറാൻ പോകുന്നത്. അതിനൊരു അറുതി വരുത്തണം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ അമേരിക്കയുടെ ചിന്ത. ഇസ്രായേൽ നേരത്തെ തന്നെ ആഗ്രഹിച്ച കാര്യമാണ്. ഇത് യുദ്ധം അവസാനിപ്പിക്കരുതെന്ന നിലയിലായിരുന്നു നെതന്യാഹുവിൻ്റെ നേരത്തെയുള്ള നിലപാടുകൾ. അതിന് അനുകൂലമാകുന്ന തരത്തിലാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നത്. നേരത്തെ മധ്യസ്ഥ ചർച്ചകൾക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനമായും ചർച്ചയ്ക്ക് കളമൊരുക്കിയത് പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാനിൽ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ. അവിടെ ബലൂചിസ്ഥാൻ ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. POKയിലെ പ്രശ്നമുണ്ട്. ബലൂചിസ്ഥാനാകട്ടെ അവർ പ്രത്യേക ഒരു രാജ്യം എന്ന പ്രഖ്യാപനം തന്നെ നടത്തി കറൻസി ഉൾപ്പെടെ പുറത്തിറക്കിക്കൊണ്ട് പതാകയും പുറത്തിറക്കി. പാകിസ്ഥാനിൽ വലിയ അന്തഃഛിദ്രം നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഈ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. ഇസ്ലാമാബാദിൽ 2ാമത്തെ റൗണ്ട് ചർച്ച എന്ന നിലയ്ക്കായിരുന്നു നേരത്തെ തീരുമാനമെടുത്തിരുന്നത്. അതിനുള്ള സാധ്യതയും അടഞ്ഞിരിക്കുന്നു. ഒമാനും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തി. ഇപ്പോൾ ആ രാജ്യങ്ങളും ഇത്തരമൊരു ചർച്ചയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആക്രമണത്തിലേക്ക് അമേരിക്ക പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഹോർമൂസുമായി ബന്ധപ്പെട്ട തർക്കം അതേപടി നിലനിൽക്കുന്നുണ്ട്. കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. അവിടെ ഒമാൻ്റെ തീരത്തുകൂടി കപ്പലുകൾ പുതിയൊരു പാത സൃഷ്ടിച്ചതാണ് ഇറാനെ വീണ്ടും പ്രകോപിപ്പിക്കുന്നത്. അവർക്കുള്ള ഒരു അപ്രമാദിത്വം നഷ്ടമാകുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഇറാൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഏതായിരുന്നാലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കടുത്ത ആക്രമണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അനുശ്രീ.